ഹലോ മച്ചാരെ, എല്ലാവർക്കും നമസ്കാരം. സിനിമ അഡിക്റ്റ് 2255 എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അതുള്ള. ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത് ആശാൻ എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലായിട്ട് പോവാം. പറയാനുള്ളത്, പടത്തിന്റെ ഡയറക്ടർ ജോൺ പോൾ ജോർജ് ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പുള്ളി തന്നെയാണ് റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസർ ബൈ ഗെറ്റി സിനിമാസും ജോൺ പോൾ ജോർജും പുള്ളിയുടെ വൈഫും ഒക്കെ തന്നെയാണ് എല്ലാവരും പ്രൊഡ്യൂസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ കമ്പോസർ മ്യൂസിക്, മോനെ ഒരു രക്ഷയില്ല. പടത്തിലൊരു ഒറ്റ മ്യൂസിക്, ആ ഒറ്റ മ്യൂസിക് വെച്ച് തന്നെ ആ ഒരു പാട്ട് വെച്ച് തന്നെ പടം മൊത്തം കൊണ്ടുപോയി തന്നെ പറഞ്ഞാൽ മതി. അതില് പ്രധാന പങ്ക് വഹിച്ച ഇവരൊക്കെയാണ്. അജേഷ് ആൻഡോ, ജോൺ പോൾ ജോർജ്. ജോൺ പോൾ ജോർജ് എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. ഡയറക്ഷനും ആക്ടിങ് മാത്രമല്ല, കമ്പോസിങ്ങിന്റെ മേഖലയിൽ കൊണ്ട് പുള്ളി കൈവച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ സിനിമാറ്റോഗ്രഫി, വിമൽ ജോസ് ആണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. എഡിറ്റർ ബൈ കിരൺ ദാസ്. കിരൺ ദാസ് ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വിഷ്വൽ എഫക്ട്സ് മെയിനായിട്ട് പറഞ്ഞേ പറ്റുള്ളൂ. ഒരു ചെറിയൊരു സീൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പടം ഇന്നാണ് പോയി കണ്ടത്. ഇന്നലെ തന്നെ പടത്തിന്റെ ഓവറായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയായിരുന്നു. അപ്പൊ മെയിനായിട്ട് എല്ലാവരും പറഞ്ഞ വിഷ്വൽ എഫക്ട് കിടുവാണ്. അപ്പൊ ഞാൻ ഈ പടം കണ്ടു തുടങ്ങി കുറച്ചായപ്പോ തന്നെ ഞാൻ എടുത്ത് നോക്കിയായിരുന്നു, എന്താണ് ഈ ഒരു വിഷ്വൽ എഫക്ട്സ് ഇത് മാത്രം പറഞ്ഞിരിക്കണം എന്ന് ആലോചിച്ചായിരുന്നു. പക്ഷെ അവസാനൊക്കെ ഒരു എത്തുമ്പോൾ ഒരു സീനുണ്ട് മാത്രമേ, രക്ഷിതം തന്നെ പറയാം. അതിന് മെയിനായിട്ട് പങ്കുവച്ചിട്ട് വിഷ്വൽ എഫക്ട്സ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന മുഹമ്മദ് ഫസീൽ എന്ന് പറഞ്ഞ വ്യക്തി, ഹരികൃഷ്ണൻ, ശരത് കെ എസ്, അബിൻ പി പോൾ എന്നിവരൊക്കെ കൂടിയാണ് വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പറയാനുള്ളത്, പടത്തിന്റെ കാസ്റ്റിംഗ്, ഇന്ദ്രൻസ് ചേട്ടൻ, അബിൻ വിനോ, ജോമോൻ ജോർജ്, ശോഭി തിലകൻ എന്നിങ്ങനെ അടങ്ങുന്നതാണ് പടത്തിന്റെ കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റും കാസ്റ്റ് ആൻഡ് ക്രൂ ഡിപ്പാർട്ട്മെന്റ് ഒപ്പം വരുന്നത്. പടത്തെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാണ്ട്, അല്ലെങ്കിൽ സിനിമയെ പറ്റി ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാണ്ട് ജസ്റ്റ് ഒരു പടം കാണണം എന്നുള്ള ഒരു മൈൻഡിൽ പോയി കണ്ടതാണ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോ കിട്ടിയ ഒരു ഫീൽ എന്ന് വെച്ചാൽ, ഒരു മനസ്സ് നിറഞ്ഞ് നമ്മള് ഒരു പടം കണ്ട് ഇറങ്ങിയ അങ്ങനത്തെ ഒരു ഫീൽ കിട്ടിയല്ലേ, അതൊരു ടൈപ്പ് ഒരു ഫീൽ എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയെന്ന് പറഞ്ഞാൽ. അത് പറയണ കഥയൊക്കെ നമ്മള് റിലേറ്റ്, നമ്മള് പല ടൈപ്പ് മൂവീസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ടൈപ്പ് കഥയാണ്. എന്നാലും നമുക്കത് നല്ല രീതിയിൽ കടത്താൻ, സിനിമ എന്നുള്ള സ്വപ്നം അല്ലെങ്കിൽ സിനിമയിൽ ഇതിലൊക്കെ ആകണം എന്നൊക്കെ വെച്ച് നടക്കണ ഒരുപാട് പേരുണ്ട്. അവർക്കും സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കും ഒട്ടനവധി നല്ലപോലെ കണക്ട് ആകുന്ന ടൈപ്പ് ഒരു മൂവിയാണ്. അത് തന്നെ പറയാനുള്ളത്, ഇന്ദ്രൻസ് ചേട്ടൻ എന്റെ കുഞ്ഞ് പുള്ളി മുത്താണ്, ഒരു രക്ഷയില്ല. പക്ഷേ ഒരു അവസാനത്തേക്ക് എത്തുമ്പോ ഒരു സീനിൽ പുള്ളി ആദ്യം ജസ്റ്റ് ഒരു കോമഡി റോളിലാണ് പുള്ളി തുടങ്ങിയെങ്കിലും ഒരു എൻഡിലേക്ക് എത്തുമ്പോ ശരിക്കും നമുക്ക് ഇമോഷണലി ശരിക്കും ഫീല് വരുന്ന ടൈപ്പ് ഒരു കഥാപാത്രത്തിലായിട്ട് മാറും. ഒരു കൺവേർട്ട് ചേഞ്ച് പിടിക്കില്ല നമ്മള്. അത് ശരിക്കും നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. പിന്നെ ജോമോ ജോർജ്, പുള്ളി സത്യം പറഞ്ഞ ഈ റീലും ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ വെച്ച് വന്ന് ഒരു സിനിമയിൽ ഒരു മുഖ്യ കഥാപാത്രം, അതായത് നായകനോട് ഒത്തു നിൽക്കുന്ന ടൈപ്പ് ഒരു കഥാപാത്രം എന്ന് തന്നെ പറയാം ഈ മൂവിയിൽ പുള്ളി. ഇതിന് മുമ്പ് വന്നിരിക്കുന്ന വാഴയാണെങ്കിലും മറ്റു സിനിമകളാണെങ്കിലും പുള്ളിയുടെ ഒരു കോമഡി ക്യാരക്ടർ ആയിരുന്നു കൂടുതലും പുള്ളി ആ സിനിമകളിലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റോള്, അതായത് നല്ല രീതി തന്നെ പുള്ളി ചെയ്യിച്ചിട്ടുണ്ട്. നമ്മൾ കാണാത്ത കൊണ്ടേ പുള്ളി നമ്മളങ്ങനെ സീരിയസ് ആയിട്ട് കണ്ടില്ല. പക്ഷെ അത് കോമഡിയും ഉണ്ട്, അതിനകത്ത് പുള്ളി സീരിയസ് റോളും ഉണ്ട്. കാരണം നല്ല രീതി തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അബിൻ വിനോ, പുള്ളിക്കാരന്റെ നമ്മുടെ ഓതളങ്ങ തിരുത്തിലടയൊക്കെ വന്ന് അടിച്ച് അവസാനം നമ്മുടെ മമ്മൂക്കയോടൊപ്പം തന്നെ ചെയ്ത് ഇപ്പൊ സിനിമയില് ഒട്ടുമിക്ക സിനിമകളിലും പുള്ളി നല്ല റോള് തന്നെ കിട്ടി മുമ്പാട്ട് പോകുന്ന വ്യക്തിയാണ്. പക്ഷെ നല്ല രീതി തന്നെ പുള്ളിയും ചെയ്തിട്ടുണ്ട്. പിന്നെ ശോഭി തിലകൻ കുഴപ്പമില്ല, ഒരു വില്ലൻ റോള്, വില്ലൻ പശ്ചാത്തലത്തിലാണ് പടത്തിന്റെ തുടക്കത്തിൽ എനിക്ക് തോന്നിയത് പുള്ളിയുടെ ക്യാരക്ടർ കാണാൻ തുടങ്ങിയത്. പക്ഷെ അത് വില്ലനല്ല എന്നുള്ള ഒരു വേറൊരു തലത്തിലേക്കാണ് പുള്ളിയുടെ ക്യാരക്ടർ ചേഞ്ച് പോണത്. മൊത്തത്തിൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കുള്ള എക്സ്പീരിയൻസ് വെച്ചാൽ ഒരു ഒരു പ്രത്യേക ഒരു സന്തോഷം. അതായത് പടം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് നിറഞ്ഞ മനസ്സോടെ ഇറങ്ങുന്ന ഒരു ഫീല്. അത് എനിക്ക് പറഞ്ഞ ഭയങ്കര എക്സ്പീരിയൻസ്. അപൂർവം ചില സിനിമകളിൽ മാത്രമേ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ. പക്ഷെ ഈ സിനിമ ഒരു രക്ഷയില്ല, ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്റെ മാത്രം അഭിപ്രായമാണ്. നല്ല രീതിയിൽ പടം ഞാൻ എൻജോയ് ചെയ്താണ് കണ്ടത്.
പക്ഷെ അവര് ഉദ്ദേശിക്കുന്ന ഓരോരോ സീൻസ് ആണെങ്കിലും അത് എന്താ, അതൊന്നും ഞാനൊന്നും പറയാനില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു കാണാനുള്ള ഇൻട്രസ്റ്റ് പോകും. അപ്പൊ കണ്ടിട്ട് അഭിപ്രായം എന്താ വെച്ചാൽ പറയാ. ഓക്കെ ഗൈസ്.